Hi, this is me, Casac Benjali. മറ്റൊരു ബിസിനസ് വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ, എന്നാൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ബിസിനസ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു കമ്പനി തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആഗ്രഹം ആ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. തൻ്റെ കമ്പനിയെ വളർത്തി വലിയൊരു കമ്പനിയാക്കി മാറ്റുക എന്നുള്ളതാണ്. പലരും നിങ്ങൾക്കറിയാം ബിസിനസ് തുടങ്ങി കുറച്ചു കാലം അങ്ങനെ കൊണ്ടുപോകും. ചിലപ്പോൾ അത് വർഷങ്ങളോളം അതേ പാറ്റേണിൽ തന്നെയാണ് കൊണ്ടുപോകുക. ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങി, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി, ആ റെസ്റ്റോറൻറ്റ് വലിയ രീതിയിൽ അങ്ങനെ വിജയിപ്പിച്ച് ആ ഒരൊറ്റ യൂണിറ്റ് ഓഫ് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അയാൾ രാവിലെ എല്ലാ ദിവസവും പോകുന്നു, വൈകുന്നേരം വരെ പണിയെടുക്കുന്നു, കുറച്ചു കാലം കഴിയുമ്പോൾ കല്യാണം കഴിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു. ആ കുട്ടികൾ പിന്നെ ആ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ബിസിനസ്സോ കൊണ്ട് നടക്കുന്നു. അങ്ങനെ അവൻ വലുതാവുന്നു. അവന് കുറച്ച് കാലം കഴിയുമ്പോൾ പറയും, അയ്യോ എനിക്ക് വയ്യ കേട്ടോ, എനിക്ക് നടുവേദന വന്നു, എനിക്ക് നടക്കാൻ വയ്യ, ഇനി ഞാൻ വിശ്രമിക്കട്ടെ, ഇനി നിങ്ങൾ കൊണ്ട് നടക്കൂ, നിങ്ങളെ കല്യാണം കഴിപ്പിച്ചൊക്കെ തന്നല്ലോ ഞാൻ, മക്കളൊക്കെ ഇനി നിങ്ങൾ ബിസിനസ് കൊണ്ട് നടക്കും. ഇതൊരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. ഇങ്ങനെ ആവരല്ല ഒരു ബിസിനസ്സുകാരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു നമ്മളായിട്ട് തുടങ്ങി വെച്ച് അത് പിന്നെ മക്കളെ ഏൽപ്പിക്കുന്ന ഒന്നുമല്ല ഇന്നത്തെ കാലത്തെ ബിസിനസ്. ബിൽഡ് ഫോർ അല്ലെങ്കിൽ ബിൽഡ് ടു സെൽ എന്ന് പറയുന്നതാണ് കൺസെപ്റ്റ്. നിങ്ങളൊരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നു, അതിനെ മികച്ച രീതിയിലേക്ക് നിങ്ങളില്ലാതെ റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കുന്നു, അത് വേറെ ആൾക്ക് കച്ചവടം ചെയ്യുന്നു, എന്നിട്ട് അടുത്ത ബിസിനസ് തുടങ്ങുന്നു. ഇതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ നമ്മുടെ ബിസിനസ് ഏത് ടൈപ്പാണെന്ന് അറിയേണ്ടതുണ്ടല്ലേ. ഇങ്ങനെ വിൽക്കാൻ പറ്റുന്ന ബിസിനസ്സാണോ? എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റെ ടൈപ്പുകൾ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 3 ടൈപ്പ് ബിസിനസ്സുകളെ കുറിച്ചാണ്. നിങ്ങൾ ബിസിനസ്സുകാരനാണെങ്കിൽ 3 പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ബിസിനസ്സുകളാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത് സെൽഫ് എംപ്ലോയിഡ്. ഈ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന ബിസിനസ്സിനെ നമ്മൾ ഏത് രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും പറയും ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. എത്ര പേര് നിങ്ങളുടെ കൂടെ ഉണ്ട്? എൻ്റെ കൂടെ ഒരു 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനും എൻ്റെ ടീമും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം സെൽഫ് എംപ്ലോയിഡ്. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത് അവിടെ കച്ചവടം ചെയ്യുന്നതാണ് ബിസിനസ്. നിങ്ങളതിവിടെ കച്ചവടം ചെയ്യുന്നത്, കസ്റ്റമറെ കാണുന്നു, കസ്റ്റമർക്ക് കൊണ്ടു കൊടുക്കുന്നു. ഇതാണ് ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് ആദ്യം. അപ്പോൾ നിങ്ങൾ ആരാണ്? ഫ്രീലാൻസറാണ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആണ്. നിങ്ങൾ പോക്കരുത്, നിങ്ങൾ സാധനം എടുക്കാൻ പോകുന്നു, നിങ്ങൾ തലച്ചുമടായിട്ട് കൊണ്ടുവരുന്നു, നിങ്ങളതിനെ സ്റ്റോക്ക് ചെയ്യുന്നു, നിങ്ങളതിനെ പാക്ക് ചെയ്യുന്നു, നിങ്ങളതിനെ റീപാക്ക് ചെയ്യുന്നു, റീലോഡ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ കസ്റ്റമറുടെ അടുത്ത് ചെന്ന് കാണുന്നു, നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ നടത്തുന്നു, നിങ്ങൾ ഓർഡർ എടുക്കുന്നു, നിങ്ങൾ വാങ്ങിക്കുന്നു, നിങ്ങൾ തന്നെ സാധനം ഡെലിവർ ചെയ്യുന്നു, നിങ്ങൾ പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പോകുന്നു, നിങ്ങൾ തന്നെ കണക്ക് എഴുതുന്നു, നിങ്ങൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നു. ഇതാണ് ഫ്രീലാൻസ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മറ്റൊരു ബോസ് ഇല്ല, പക്ഷേ നിങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. പക്ഷേ ഇവിടെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, പലരും ഇങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ ബിസിനസ്സിൽ കാര്യമായിട്ട് ബിസിനസ്സിൻ്റെ പ്രോസസ്സിലോ ആക്ടിവിറ്റിയിലോ ഓപ്പറേഷനിലോ ഇൻവോൾവ് ആണെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പോയില്ല, ഓഫീസിലേക്ക് പോയില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് കടന്നു ചെന്നില്ല, നിങ്ങളുടെ ടീമുണ്ട്, 10-20 പേരുണ്ട്, പക്ഷേ ചിലർ പറയുന്നുണ്ട് എനിക്ക് ടീമൊക്കെ ഉണ്ട്, പണിക്കാരൊരു 10-30 പേരൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഒരു ബിസിനസ്സാണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ കാറ്റഗറിയിലാണ്, സെൽഫ് എംപ്ലോയിഡിലാണ്. കാരണം നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നടക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇപ്പോഴും സെൽഫ് എംപ്ലോയിഡ് ക്യാരക്ടറാണ്. നിങ്ങൾ പോയില്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ട്, ഓപ്പറേഷണൽ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് എന്തിലാണ്? സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിലാണ് നിങ്ങളുടെ ബിസിനസ്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ബിസിനസ് ഏതാണെന്ന് നോക്കാം. അത് മറ്റൊന്നുമല്ല, റിമോട്ട് കൺട്രോൾഡ് ബിസിനസ്സാണ്. നിങ്ങളുടെ ബിസിനസ്സൊക്കെ ബിൽഡ് ചെയ്തു, ടീമിനെ ബിൽഡ് ചെയ്തു, സിസ്റ്റം ബിൽഡ് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു? ERP ഇംപ്ലിമെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ SAP ഇംപ്ലിമെൻറ്റ് ചെയ്തു, നിങ്ങൾ CRM ഇംപ്ലിമെൻറ്റ് ചെയ്തു, എന്നിട്ടെല്ലാം ചെയ്തിട്ട് ഒരു മാസം അമേരിക്കയിലേക്ക് ട്രിപ്പ് പോയി. നിങ്ങളവിടെ കറങ്ങി നടക്കുകയാണ്, അടിച്ചു പൊളിച്ച് നടക്കുകയാണ്, ഫുൾ കറക്കമാണ്. ബിസിനസ്സിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ അവിടെ നിന്ന് ആകെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂർ ഈ ബിസിനസ്സിൻ്റെ ഓൺ ചെയ്യുന്ന അരമണിക്കൂർ നിങ്ങൾ ടോട്ടൽ ബിസിനസ്സിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾ കമ്പ്യൂട്ടറിലൊന്ന് നോക്കും, ഡാഷ്ബോർഡിൽ നോക്കും, ട്രെൻഡുകൾ അനലൈസ് ചെയ്യും. പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ കോർ ടീമിന് 1-2 ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. നിങ്ങളുടെ കോർ ടീം നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്ത് വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകും. നിങ്ങൾ എടുക്കുന്ന റിമോട്ടായിട്ട് നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും നിങ്ങളുടെ ബിസിനസ് കൺട്രോൾ ചെയ്യാം. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ ട്രിപ്പ് പോയി കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ ബിസിനസ് നിലവിലുള്ളത് സ്മൂത്തായിട്ട് പോകും. നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ ബിസിനസ് നടക്കുന്ന സാഹചര്യം.
മിനിമൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ അപ്രൂവൽസിന് മാത്രം, റിവ്യൂസിന് മാത്രമേ നിങ്ങൾ ആവശ്യമുള്ളൂ. ഇങ്ങനെ ഒരു ബിസിനസ്സാണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താണ്? റിമോട്ട് കൺട്രോൾഡ് ബിസിനസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ബിസിനസ് തന്നെയായിരിക്കും. നമ്മളാണ് എല്ലാം ചെയ്യേണ്ടി വരിക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേറെ വേറെ ആളുകൾ വരും, എന്നാലും നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് സെൽഫ് എംപ്ലോയിൽ നിന്ന് റിമോട്ട് കൺട്രോൾഡ് ബിസിനസ്സിലേക്ക് നമ്മൾ മാറണം. ഞങ്ങൾ പലതരത്തിലുള്ള കോച്ചിങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട് ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്, തുടക്കക്കാരനാണ്, ബിസിനസ് തുടങ്ങിയിട്ടുള്ളൂ, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങളെ ബിസിനസ്സിനെ എങ്ങനെയാണ് ഒരു റിമോട്ട് കൺട്രോൾഡ് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകേണ്ടത്, അതിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണ് നടക്കേണ്ടത്, അതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ പലതരത്തിലുള്ള ഞങ്ങളുടെ ചാണക്യ പ്രീമിയം ബിസിനസ് ക്ലബ്ബിലൂടെ ഞങ്ങളിത് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ഓൺട്രപ്രണേയും അവരില്ലാതെ ഈവൺ അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ പോലും അവരുടെ ബിസിനസ് പിന്നെയും ഉയരത്തിലേക്ക് പോകാൻ സഹായിക്കുക. അതായത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ ബിസിനസ്, ഈവൻ നമ്മളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് ബിസിനസ് പരാജയപ്പെടാൻ പാടില്ല. ബിസിനസ് പിന്നെയും ലെഗസി പോലെ, ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് ഉണ്ടാക്കി വെച്ച ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി അദ്ദേഹത്തിൻ്റെ മരണശേഷം മരണം കഴിഞ്ഞൊരു 10, 14, 15 വർഷത്തോളമായി ഇപ്പോഴും അത് മുന്നോട്ട് തന്നെയാണ് കുതിക്കുന്നത്. അതുപോലെ നമുക്ക് ശേഷവും നമ്മുടെ കമ്പനി വളരുക എന്നുള്ളതായിരിക്കണം നമ്മൾ ആഗ്രഹം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രീമിയം ബിസിനസ് കോച്ചിങ് ക്ലബ്ബായിട്ടുള്ള ചാണക്യ ബിസിനസ് ക്ലബ്ബിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൽഫ് എംപ്ലോയിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ റിമോട്ട് കൺട്രോളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ രണ്ടാമത്തത്. പിന്നെയാണ് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളില്ലാതെ തന്നെ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്തോളും. നിങ്ങളില്ലാതെ തന്നെ ബിസിനസ് നിങ്ങളെ ഗ്രോ ചെയ്തോളും. നിങ്ങളില്ലാതെ തന്നെ നിങ്ങളുടെ ബിസിനസ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റ ഇപ്പോൾ രത്തൻ ടാറ്റയുടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ടാറ്റ എന്ന് പറയുന്ന ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അത് ഗ്രോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അത് പുതിയ കമ്പനികൾ തുടങ്ങും, പുതിയ റിസർച്ചുകൾ നടത്തും, പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യും, പുതിയ കാറുകൾ ഇറക്കും, പുതിയ ഡിവിഷൻ എക്സ്പാൻഡ് ചെയ്യും, പുതിയ അക്വിസിഷനുകൾ നടക്കും. അത് അവിടെ ഫൗണ്ടർ ആയിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിലും അത് ഒറ്റയ്ക്ക് പല രാജ്യത്തിലേക്ക്, പല ഇൻഡസ്ട്രിയിലേക്ക് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ധീരുഭായ് അംബാനി തുടങ്ങി വെച്ച റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഹൗസുകളിൽ ഒന്നാണ്. അദ്ദേഹം മരണപ്പെട്ട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ലെയർ മികച്ച ടീമിനെ ബിൽഡ് ചെയ്തു, ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇന്ന് പല മേഖലയിലേക്ക്, ഈവൻ മുകേഷ് അംബാനിയുടെ ആബ്സെൻസിൽ പോലും റിലയൻസ് വളർന്നുകൊണ്ടിരിക്കാനുള്ള രീതിയിലേക്ക് അതിന് മാറി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് സസ്റ്റെയിനിങ് കമ്പനി. ആരില്ലെങ്കിലും ആ കമ്പനിയുടെ സിസ്റ്റം ഇറ്റ് സെൽഫ് അത് ബിസിനസ് റൺ ചെയ്യുകയും അത് ഒറ്റയ്ക്ക് തന്നെ ഗ്രോ ചെയ്യുകയും ചെയ്യും. കമ്പനി തന്നെ ഒറ്റയ്ക്ക് ഗ്രോ ചെയ്യും. അത് പുതിയ ഇൻഡസ്ട്രിയിലേക്ക് കിടക്കും, പുതിയ പ്രോഡക്റ്റുകൾ വരും, പുതിയ എക്സ്പാൻഷൻസ് ഉണ്ടാവും, പുതിയ അക്വിസിഷൻസ് എല്ലാം നടക്കും. ഈ 3 ടൈപ്പ് കമ്പനികളാണ് പ്രധാനമായിട്ടും ഒരു ബിസിനസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ബിസിനസ് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു 3 മുതൽ 5 വർഷം ആകുമ്പോഴേക്കും, പരമാവധി 7 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ബിസിനസ്സിനെ 3 മുതൽ തുടങ്ങിയൊരു 3 ടെക്നോളജി റിലേറ്റഡ് ബിസിനസ് അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ബിസിനസ് ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിമോട്ട് കൺട്രോളിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ റിമോട്ട് കൺട്രോൾഡ് ബിസിനസ്സിലേക്ക് എത്തിക്കണം. പരമാവധി 7 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ബിസിനസ് റിമോട്ട് കൺട്രോൾഡ് ബിസിനസ് ആയിരിക്കണം. റിമോട്ട് കൺട്രോൾഡ് ബിസിനസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക്, ഇപ്പോൾ ഞങ്ങളുടെ ചാണക്യ പ്രീമിയം കോച്ചിങ് ക്ലബ്ബിൽ പല ബിസിനസ്സുകൾ റിമോട്ട് ബിസിനസ്സിലുള്ള ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്. 300 കോടി 100 കോടിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ബിസിനസ് അവരില്ലെങ്കിലും നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവരില്ലെങ്കിലും, ഇപ്പോൾ അവർ 55 വയസ്സ് 60 വയസ്സായ ആളുകളൊക്കെയാണ് നമ്മുടെ കൂടെ പഠിക്കാൻ വന്നിരിക്കുന്നത്, ബിസിനസ് പഠിക്കാൻ. അവർ പറയുന്നത് ഇനി 5 വർഷം കഴിയുമ്പോൾ ഞാൻ ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ആവും, ഞാൻ എൻ്റെ ബിസിനസ്, പക്ഷേ എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം, എൻ്റെ മക്കളോ അല്ലെങ്കിൽ സെക്കൻഡ് ടീമോ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനെ സെൽഫ് സസ്റ്റെയിനിങ് ബിസിനസ് ആക്കി മാറ്റണം. സോ നമ്മുടെ ബിസിനസ്സിനെ ഒരു സെൽഫ് എംപ്ലോയിയിൽ നിന്ന് റിമോട്ട് കൺട്രോൾഡ് ബിസിനസ്സിലേക്കും സെൽഫ് സസ്റ്റെയിനിങ് ബിസിനസ്സിലേക്കും എത്തിക്കുക എന്നുള്ളതായിരിക്കണം ഒരു ഓൺട്രപ്രണറുടെ ലക്ഷ്യം. അപ്പോൾ തുടങ്ങുമ്പോഴേക്കും നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നതിനേക്കാളും അപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് എംപ്ലോയിൽ നിന്ന് അതിനെ ഒരു സെൽഫ് റണ്ണിങ് ബിസിനസ്സിലേക്ക്, കൺട്രോൾഡ് ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അതിൽ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൽഫ് സസ്റ്റെയിനിങ് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാം. ഇതിനെ ഒരു സെൽഫ് സസ്റ്റെയിനിങ് ബിസിനസ്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ബിസിനസ്സിന് വിൽക്കാം, അതിനൊരു വാല്യുവേഷൻ ഇട്ടിട്ട് അതിന് വിറ്റിട്ട് അടുത്ത ബിസിനസ് തുടങ്ങാം. അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. സോ ഇതായിരിക്കണം നിങ്ങളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ തന്നെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആകുക, നിങ്ങൾ തന്നെ അത് കൊണ്ട് നടന്ന് രാവിലെ ഓഫീസിലേക്ക് പോയി വൈകുന്നേരം വരെ പണിയെടുത്ത്, അത് പിന്നെ മക്കളെ ഏൽപ്പിച്ച് മക്കൾ രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം വരെ പണിയെടുത്ത് അവർ വയസ്സന്മാരാകുന്നവരെ. ഇതല്ല ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റ് ആകേണ്ടത്. 2 മുതൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ സെൽഫ് റിമോട്ട് കൺട്രോൾഡ് ബിസിനസ് ആക്കിയിരിക്കണം. ഒരു 10 മുതൽ 15 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു സെൽഫ് സസ്റ്റെയിനിങ് ബിസിനസ്സിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെയാണ് ഒരു ആക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി. ഇത്തരത്തിലുള്ള ബിസിനസ് വീഡിയോസുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സുകാരാണ്, ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ
കേരളത്തിലെ ഏറ്റവും മികച്ച ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുക്കുന്ന സ്ഥാപനമാണ്. സോ ഇനിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ബിസിനസ് കണ്ടന്റുകൾ ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ദിസ് ഇസ് മീ വൺസ് അഗൈൻ കസാക് ബെഞ്ചാലി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ബിസിനസ്സുകാരനാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഫ്രീ ആയിട്ട് തന്നെ ഹൈ ക്വാളിറ്റിയുള്ള ബിസിനസ് റിലേറ്റഡ് കണ്ടന്റുകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. കസാക് ബെഞ്ചാലി. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി, ദ റിയൽ ബിസിനസ് കോച്ച്.